ഇതാണ് 25,000 രൂപ റേഞ്ചിൽ ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ഫേവറേറ്റ് ഫോൺ ഓഫ് ദിസ് ടൈം എന്ന് ഞാൻ പറയില്ല. ഈ ഒരു ടൈമിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 25,000 റേഞ്ചിലെ ഫോണാണിത്. സോ ഈ ഒരു ഫോണിൻ്റെ 2 മാസത്തിന് ശേഷമുള്ള റിവ്യൂ ആണ്. അൺബോക്സിംഗ് നമ്മൾ 2 മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 മാസമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. സോ ഇപ്പോഴേക്ക് നമുക്ക് മൊത്തത്തിൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ പറയാനുള്ളതെന്നാണ് പറയാൻ പോകുന്നത്. സോ അപ്പോൾ ഇത് ഏതാണ് ഫോൺ എന്നല്ലേ? iQOO Z9s Pro ഒരു ഓൾറൗണ്ടർ ഫോണാണ്. പ്രോസ് ആൻഡ് കോൺസ് രണ്ടും ഞാൻ പറയുന്നുണ്ട്. സോ വിശദമായിട്ട് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. സോ ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ അപാകതകളൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ചതിൽ ഇപ്പോൾ ഈ ലെക്സ് മാർബിൾ എന്ന് പറയുന്ന ബാക്ക് പാനലാണ് ഇതിൽ വരുന്നത്. ഫ്രണ്ടിൽ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെയാണ്. 6.7 ഇഞ്ച് വരുന്നത് 120 ഹെർട്സിൻ്റെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. യാതൊരു ഇഷ്യൂസും ഇല്ല. സെറ്റായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്ത് അവർക്ക് എടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് എൻ്റെ അളിയനടക്കം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആർക്കും ഒരു പരാതിയില്ല, എല്ലാവരും സെറ്റാണ്. സോ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങളേ ഇല്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറൊക്കെ വരുന്നുണ്ട്, അതും നല്ല സെറ്റപ്പാണ്. വെറ്റ് ടച്ച് ടെക്നോളജി, നനഞ്ഞ കൈ കൊണ്ടൊക്കെ തൊട്ടാലും വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്. ഡിസൈൻ ഡിസ്പ്ലേ ഈ 2 ഭാഗത്ത് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സെറ്റായിട്ട് ഇത്രയും നാളും വന്നിട്ടുണ്ട്. സോ ഓൾറെഡി നിങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ള കാര്യം ബാക്കിയുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി ഈ ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസറാണ്. പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂസും ഇല്ല. പക്ക സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞ പോലെ ഇവർ എടുത്തു കൊടുത്തവർക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആർക്കും ഇഷ്യൂസ് ഇല്ല, അല്ലെങ്കിൽ എടുത്ത ആൾക്കാർക്കൊന്നും പ്രശ്നങ്ങളില്ല. അവരൊക്കെ ഹാപ്പി ആണെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ്. നോർമൽ യൂസേഴ്സാണ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും. ആരും തന്നെ ഗെയിം കളിക്കുന്ന ആൾക്കാരല്ല. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഗെയിം കളിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഇത് നോക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സർ ഈ പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും ഡീസൻറ്റ് പ്രോസസ്സർ ആണെങ്കിൽ പോലും നിങ്ങൾ ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് ഉള്ള ഫോൺ മാർക്കറ്റിൽ ഉണ്ടൊരെണ്ണം. അതായത് പോക്കോ X6 Pro എന്ന് പറയുന്ന ഫോൺ. ഈ ഫോൺ വന്നിട്ട് ഡയമൻസിറ്റി 8300 എന്ന പ്രോസറുമായിട്ട് വരുന്ന ഫോണാണ്. അതിൽ 1.5K 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സെറ്റ് പെർഫോമൻസും നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗെയിമേഴ്സിനെ പറ്റിയ രീതി, അത് കർവ്ഡ് ഡിസ്പ്ലേയും കൂടിയല്ല, അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സിന് കുറച്ചും കൂടി സൗകര്യപ്രദമായിരിക്കും. ഒപ്പം തന്നെ നല്ല പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റും. സോ ഗെയിമേഴ്സൊക്കെയാണ് നിങ്ങൾ അത് നോക്കിയാൽ മതി, ഇത് നോക്കണ്ട. നിങ്ങൾ ഗെയിമേഴ്സ് അല്ല, ഒരു സാധാരണ യൂസാണ്. ഇനി അത്യാവശ്യം ഗെയിം കളിക്കുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും രണ്ടും കൂടി എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരു ഓൾറൗണ്ടർ എന്ന സെറ്റപ്പിൽ തീർച്ചയായിട്ടും കണ്ടീഷനാണ് ഇതിൻ്റെ പെർഫോമൻസ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ്. ഈ 2 മാസം കൊണ്ടും യാതൊരു ഇഷ്യൂസും ഇല്ല. സോ അപ്പോൾ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് അതാണ് പറയാനുള്ളത്. ഗെയിമേഴ്സ് ആണെങ്കിൽ മാത്രം പോക്കോയെ നോക്കാവൂ, ഇത് നോക്കരുത്. സോ ഇതാണ് ഈ ഫോണിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഞാൻ പറയാമെന്ന് പറഞ്ഞതിൽ ഈ ഒരു ഭാഗത്തെ ഒരു കോണായിട്ട് ഞാൻ പറയുന്നത് ഇതിനേക്കാൾ ബെറ്റർ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, ഇത് മോശമാണെന്നല്ല. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓൾറൗണ്ടറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡിസൈനും ഡിസ്പ്ലേയും പെർഫോമൻസും ഞാൻ നല്ലതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒപ്പം തന്നെ ക്യാമറയും ഈ ഫോണിൽ നല്ലതാണ്. അത്യാവശ്യം നല്ല ക്യാമറ ഇമേജുകളാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. മെഗാ പിക്സൽ എന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടുന്നത് മെയിൻ ക്യാമറയിൽ. ഹ്യൂമൻ സബ്ജക്റ്റ് ആയാലും നന്നായിട്ട് വരുന്നുണ്ടെന്നാണ് തോന്നിയത്. സെൽഫി ക്യാമറ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടുന്നത്. സോ ക്യാമറ ഫോട്ടോസിൻ്റെ കാര്യത്തിൽ നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. സോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചൂസ് ചെയ്യാവൂ. വീഡിയോ നമുക്കിവിടെ കാണാം. മെയിൻ ക്യാമറ ഫുൾ HD വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായ സ്റ്റെബിലൈസേഷനോട് കൂടി നന്നായിട്ട് വരുന്നുണ്ട്. 4Kയിലേക്ക് മാറ്റി ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് അതേപോലെ തന്നെ സ്മൂത്തായിട്ട് സ്റ്റെബിലൈസേഷനോട് കൂടി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്കിൻ ടോൺ വലിയ കുഴപ്പമില്ല. അത്ര ഭയങ്കര പക്കാ സെറ്റ് എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും വൃത്തി കുറവൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിരിക്കുന്നു. സോ അത്യാവശ്യം നല്ല ഫോട്ടോസും നല്ല വീഡിയോസും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ടെന്നുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ലൊരു ക്യാമറ ഫോണെന്നും പറയാം. എന്നാലും ഇവിടെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ്. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി വന്നിട്ട് അത്ര കണ്ട് മികച്ചതല്ല. അത് കണ്ടു നോക്കിയോളൂ, അത്ര കണ്ട് നന്നായിട്ടില്ല. അതായത് സ്കിൻ ടെക്സ്ചേഴ്സും കാര്യങ്ങളായാലും ശരി, HDRൻ്റെ ഒരു പെർഫോമൻസ് ആയാലും സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിലായാലും ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു അപ് ടു ദ മാർക്ക് അല്ല. എന്നാലും ഭയങ്കര മോശമെന്ന് പറയുന്നൊരവസ്ഥയില്ല. അത്യാവശ്യം നല്ല സ്കിൻ ടോണും കാര്യങ്ങളൊക്കെയാണ്, നന്നായിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വേണം എന്നുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ നോക്കിയിട്ട് ഈ ഒരു പ്രൈസിൽ അങ്ങനെ എല്ലാം വന്നിട്ട് 100% പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫോൺ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഫോണിൽ ഈ ഒരു ഭാഗം മാത്രമാണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി എല്ലാം നന്നായിട്ടുണ്ട്. ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ബാക്കിയെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ഓൾറൗണ്ടർ ഫോണായിട്ടും എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തു വരുന്നത്. സോ എൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ആ സെൽഫി വീഡിയോ മാത്രം ഒന്ന് നോട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടോ നോക്കുക. ഇനി പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ചാണ്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിരുന്നത്, അൺബോക്സിങ് ചെയ്തിരുന്നത് കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു ഫോൺ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ കാര്യങ്ങൾ അത്രയും നല്ലതായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് അങ്ങനെയുള്ള തമ്പനയിൽ നമ്മൾ കൊടുക്കുക. അത്രയും നല്ല ഫോണുകൾക്കാണ് അങ്ങനെയൊരു തമ്പനയിൽ കൊടുത്തു വരുന്നത്. ഇവിടെ അത് ഇത്ര നാളിന് ശേഷം എങ്ങനെയുണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ എടുത്തു റെക്കമെൻഡ് ചെയ്ത് അവർക്ക് ഉപയോഗിച്ചു. എല്ലാവരും ഹാപ്പി ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതെല്ലാം നല്ല വശങ്ങളായിട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ കാണുമ്പോൾ പലരും ഇത് പെയ്ഡ് പ്രൊമോഷനാണ് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതല്ല, ഇത് നല്ലതായതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്ത് വരുന്നത്. ഇവിടെയും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. നന്നായിരിക്കുന്നു.
അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം ഞാൻ തീർത്ത് പറയുകയാണ്, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്തു, ബന്ധുക്കൾക്ക് റെക്കമെൻഡ് ചെയ്തു, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ആ അഭിപ്രായം എല്ലാവരും കൂടി ചേർത്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ എടുക്കാവൂ. അല്ലാതെ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ആരും പോയി എടുക്കേണ്ട. നമ്മൾ അധ്വാനിച്ചുണ്ടാകുന്ന പൈസയാണ്, അത് ചിലവാക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിലായിരിക്കണം, അല്ലാണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിലാവരുത്. വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യുക. ഇനി ഇത്രയും നാൾ ഉപയോഗിച്ചതിൽ മറ്റൊരു അഡ്വാൻറ്റേജിൽ തോന്നിയത് ഇതിൻ്റെ ബാറ്ററി സെറ്റപ്പാണ്. 5500 mAh ബാറ്ററി ഉണ്ട്. ബാറ്ററി അത്യാവശ്യം കൂട്ടിയിട്ടുണ്ട്. കൂടിയ ബാറ്ററി ലൈഫ് ഇപ്പോൾ എല്ലാ ഫോണുകളും 5000 മുകളിൽ ബാറ്ററി ലൈഫ് കൊടുക്കുന്നുണ്ട്. ഇതിൽ 5500 mAh ബാറ്ററി ഓൾറെഡി ഉണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. സോ ചാർജിങ് സ്പീഡും ഉണ്ട്, ബാറ്ററി ലൈഫും ഉണ്ട്. രണ്ടും കൂടി നമുക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോക്കോ എക്സിസ് പ്രോ ആണെങ്കിൽ പോലും ഇത്രയും നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്ങോ ബാറ്ററി ലൈഫോ അല്ലെങ്കിൽ ബാറ്ററി mAh കാണിക്കുന്നില്ല. സോ ഇവിടെ നല്ല ബാറ്ററി ലൈഫും ബാറ്ററി ചാർജിങ്ങും വരുന്നുണ്ടെന്നുള്ളതും ഇതിനെ ഓൾറൗണ്ടറായിട്ട് ഞാൻ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. സോ അപ്പോൾ അതാണ് ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയത്. ഞാൻ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞ് പരത്തുന്നില്ല. എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയ ഘടകങ്ങൾ ഞാൻ പറയുകയാണ്. വൈഫൈ 6, ബ്ലൂടൂത്ത് 5.4, ഡുവൽ നാനോ സിമ്മാണ് വരുന്നത്, 5G ബാൻഡൊക്കെ 8 വരുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് വേറെ അപാകതകളൊന്നും ഇതിനകത്ത് ഇല്ല പറയത്തക്കതായിട്ട്. ഇനി ഇത് വാങ്ങിക്കാൻ പോകുന്നവരോട് ഒരു കാര്യം മാത്രം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇതിനൊരു 512 GB വേരിയൻറ്റ് വരുന്നില്ല എന്നുള്ളതാണ്. അത് പോക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 12 GB 512 $25 കിട്ടാനുണ്ട്. ബട്ട് ഇതിൽ നമുക്ക് അതില്ല. 28,990 നമുക്ക് കിട്ടുന്നത് 12 GB റാം 256 GB സ്റ്റോറേജാണ്. 256 GB സഫിഷ്യൻ്റ് ആണ് കേട്ടോ. എന്നാലും ചില ആൾക്കാർ ഒരുപാട് ഫോട്ടോസും വീഡിയോ എടുക്കുന്നവർക്ക് 512 ഉണ്ടെങ്കിൽ നന്നായി എന്ന് തോന്നുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവരത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചോളൂ. 512 ഇല്ല. സോ ഈ 2-3 കാര്യങ്ങളാണ് ഇതിൽ ഒരു പോരായ്മ എന്ന് പറയാനില്ല, എടുത്ത് നോട്ട് ചെയ്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമുള്ളൂ. അതായത് ഈ പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ഇതിൻ്റെ കാര്യത്തിലായാലും ഒന്ന് ഓർക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി എല്ലാം ഇതിനകത്ത് സെറ്റായിട്ട് വരുന്നുണ്ട്. എല്ലാം നന്നായി വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊരു ഓൾറൗണ്ടർ ഫോണായിട്ട് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ റെക്കമെൻഡ് ചെയ്ത് വരുന്നതും. ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർ കമൻറ്റ് കൂടി നോക്കിക്കോളൂ, എന്നിട്ട് മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. സോ iQOO Z9s Pro 2 മാസം ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റിൽ ഒരു നല്ല വാല്യൂ ഫോർ മണി ഫോണായിട്ട് തോന്നുന്നു. എന്താണ് റിവ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഉപയോഗിച്ചവരുടെ അഭിപ്രായം കമൻറ്റിൽ കാണുന്നു പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.